റെനയ്ക്കാണ് ഏറ്റവും അവസാനമായി വൈൽഡ് കാർഡുകൾ പണി കൊടുത്തത്. റെന ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം റിയാക്ട് ചെയ്യും. ഒരു സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരാളാണ്. ഒരു ഗെയിം പ്ലാനും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പണിപ്പുരയിൽ നിന്നൊരു പണി കിട്ടുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് മസ്താനി റെനേനെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാരണം. ഇവരുടെ 5ാമത്തെ ഗെയിമിൽ കൊടുത്ത ടാസ്ക് ഇതാണ്. അതായത് സ്മാർട്ട് എന്ന വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികളെ റാങ്ക് ചെയ്യണം. അതിൽ ഏറ്റവും സ്മാർട്ടായിട്ട് വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്തത് ആര്യൻ, പിന്നീട് നെവിൻ, അക്ബർ, അനു, അഭിലാഷ്, നൂറ, റെന, ഷാനവാസ്, ശരത്ത്, ഒനീൽ, ആദില, അനീഷ്, രേണു, ബിന്നി, ശൈത്യ, ജിസേൽ. ഇതാണ് ഓർഡർ. അവർ സെലക്ട് ചെയ്ത ഓർഡർ ഇതാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് 3 ഓപ്ഷൻസ് കൊടുത്തു: സ്മാർട്ട്, റിബൽ, എൻ്റർടൈനർ. ഈ 3 ഓപ്ഷൻസിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരാർത്ഥികളെ ഇങ്ങനെ റാങ്ക് ചെയ്തിരിക്കുന്നതെന്ന് അവർ ഗസ് ചെയ്തു. സ്മാർട്ട് അവർ ആദ്യം തന്നെ ഒഴിവാക്കി കളഞ്ഞു. എന്തായാലും സ്മാർട്ടല്ല എന്ന് പറഞ്ഞു. ആര്യനിനി ഒന്നാമത് നിർത്തിക്കൊണ്ടാണോ സ്മാർട്ടല്ല എന്ന് പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്തായാലും സ്മാർട്ട് അവർ ആദ്യം തന്നെ ഒഴിവാക്കി. പിന്നീട് റിബലും എൻ്റർടൈനറും തമ്മിലായിരുന്നു ഒരു തർക്കമുണ്ടായത്. അതിൻ്റെ ഇടയിൽ അഭിലാഷും അനീഷും തമ്മിൽ ഒരു ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം റീനുസുതി ഒന്ന് പറയുന്നുണ്ട്, ഇനി സ്മാർട്ടെങ്ങാനും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും അവസാനം അവർ തിരഞ്ഞെടുത്തത് എന്തായാലും തെറ്റാണ്. സ്മാർട്ടല്ല അവർ തിരഞ്ഞെടുത്തത്. അവസാനം അവർ റിവീൽ ചെയ്യുന്നു സ്മാർട്ടാണ് എന്ന്. അങ്ങനെ ബിഗ് ബോസ് വൈൽഡ് കാർഡുകളുടെ ഒരു പണി മത്സരാർത്ഥികൾക്ക് കൊടുക്കാൻ പറയുന്നു. അങ്ങനെയാണ് റെനേനെ സെലക്ട് ചെയ്തതും കാരണം പറഞ്ഞതും. എന്തായാലും നല്ല കോമ്പിനേഷനിലുള്ള ആൾക്കാർക്കാണ് പണി ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. അനുമോള്, ജിസേൽ, റെന, ഈ 3 പേരാണ് മണിപ്പൂരയിലെ പണി ഏറ്റുവാങ്ങാൻ വേണ്ടി വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്തത്. എന്തായാലും ലൈവിൽ ഇപ്പോൾ ടാസ്ക് അവസാനിച്ചിട്ടുണ്ട്. ഇനി പണി എന്താണെന്ന് ഉടനെ തന്നെ ലൈവിൽ കാണിക്കുന്നതായിരിക്കും. പണിപ്പൂരയിൽ കയറി കഴിയുമ്പോൾ അത് നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.